പ്രകൃതി ദുരന്തങ്ങളോ അപകടങ്ങളോ യുദ്ധങ്ങളോ ഉണ്ടായി മനുഷ്യർ മരിക്കുമ്പോൾ എനിക്ക് വളരെ വലിയ ആശ്വാസം തോന്നാറുണ്ട്. കാരണം അത്രയെങ്കിലും സൈക്കോകൾ ഈ ഭൂമിയിൽ നിന്നും കുറഞ്ഞല്ലോ എന്നോർത്ത്. നമ്മുടെ സമൂഹത്തിലുള്ള 99% മനുഷ്യരും കൊടും ക്രൂരന്മാരാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഗുരുവായൂർ ഗോകുൽ എന്ന ആനയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത്. ഫെബ്രുവരിയിൽ സൈക്കോ മനുഷ്യർ നടത്തിയ കൂട്ട എഴുന്നള്ളിപ്പിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരു സാധു ജീവിയെ കഴിഞ്ഞ സെപ്റ്റംബർ 10-ന് 5 പേർ ചേർന്ന് ക്രൂരമായി ചട്ടം പഠിപ്പിക്കുക എന്ന സൈക്കോ തരത്തിന് വേണ്ടി ക്രൂരമായി പീഡിപ്പിച്ചു. ഈ പീഡനത്തിന് ശേഷം ഈ സാധുജീവി ആഹാരം കഴിക്കാതെയും വേദന കൊണ്ടും നരകിച്ച് മരിച്ചു. ഓരോ ഉത്സവങ്ങൾക്കും നേർച്ചകൾക്കും ആഘോഷങ്ങൾക്കും പങ്കെടുക്കുന്ന ഭാഗമാകുന്ന ഓരോ മനുഷ്യനും ഈ ക്രൂരതയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ഓരോ മനുഷ്യനും ഈ സാധുജീവി അനുഭവിച്ചതിൻ്റെ എത്രയോ മടങ്ങ് വേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായി നരകിച്ച് മരിക്കണം. അതെൻ്റെ വീട്ടുകാരായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, അയൽക്കാരായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, വേദന പറഞ്ഞറിയിക്കാൻ പോലും പറ്റാത്ത ഈ മിണ്ടാപ്രാണികളെ ഈ രീതിയിൽ ക്രൂരമായി പീഡിപ്പിക്കുന്നതിൻ്റെ ഭാഗമാവുന്ന ഓരോ മനുഷ്യനും സൈക്കോകളാണ്. നിർഭയ എന്ന പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ദുഷ്ടന്മാരെക്കാൾ എത്രയോ മടങ്ങ് സൈക്കോകളാണ് ഓരോ ആനപ്പാപ്പാനും ഓരോ ആനപ്രേമികളും. ഈ സാധുജീവികളെ വച്ച് ഉത്സവം നടത്തുന്ന, ആഘോഷം നടത്തുന്ന ഓരോ ഉത്സവ കമ്മിറ്റിക്കാരും, ഇതിൽ പങ്കെടുക്കുന്ന ഓരോ മനുഷ്യൻ, ഓരോ നാട്ടാനയും അനുഭവിക്കുന്നത് ഇതേ ക്രൂരത തന്നെയാണ്. ആ സാധുജീവിയെ ക്രൂരമായി പീഡിപ്പിച്ച് പച്ച മാംസം കൊത്തി വലിച്ച് ആ മുറിവുകളിൽ വീണ്ടും വീണ്ടും ക്രൂരമായി പീഡിപ്പിച്ച് മുറിവ് പൊട്ടിയൊലിക്കുന്ന ആനകളെ, നേരെ നടക്കാൻ പറ്റാത്ത ആനകളെ വരെയാണ് എഴുന്നള്ളിക്കുന്നത്. ലോകത്ത് മൃഗോൽപ്പന്നങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രൂരമായി പീഡിപ്പിച്ചു കൊല്ലുന്നത് കൂടാതെ ഇതുപോലെ വിനോദത്തിന് വേണ്ടിയിട്ട്, വിശ്വാസത്തിന് വേണ്ടിയിട്ടെല്ലാം മൃഗങ്ങളോട് കൊടും ക്രൂരതയാണ് ചെയ്യുന്നത്. ഇനി ബീച്ചുകളിൽ പോയാൽ അല്ലെങ്കിൽ ഉത്സവ സ്ഥലങ്ങളിൽ പോയാൽ കുതിരകളെ ഇതുപോലെ അടിച്ചും പീഡിപ്പിച്ചും പട്ടിണിക്കിട്ടും വെള്ളം കൊടുക്കാതെയും എന്തെല്ലാം ക്രൂരതകൾ ചെയ്യാൻ പറ്റുമോ ആ ക്രൂരതകളെല്ലാം ചെയ്തിട്ടാണ് ഈ മിണ്ടാപ്രാണികൾ, ഒരു തെറ്റും ചെയ്യാത്ത ഈ മിണ്ടാപ്രാണികളെ ദുഷ്ട മനുഷ്യർ, സൈക്കോ മനുഷ്യർ, 99% വരുന്ന നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരെല്ലാം ഈ ക്രൂരതയുടെ ഭാഗമാണ്. ഇങ്ങനെയുള്ള ഓരോ മനുഷ്യനും നരകിച്ച് ചത്തു തുറഞ്ഞാൽ അത്രയും സന്തോഷം, അത്രയും ആശ്വാസം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഈ മിണ്ടാപ്രാണികളെ ഒന്ന് വേദനിപ്പിക്കാൻ കൂടി തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കോയാണ്.